2026 ഫെബ്രുവരി 27 ഒരു സായാഹ്നത്തിൽ യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ ഓഹരി വിപണിയിലെ തകർച്ചയോ ഇല്ലാതെ തന്നെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് 12 ലക്ഷം കോടി രൂപ നിശബ്ദമായി അപ്രത്യക്ഷമായി. ₹1 പോലും അധികം കടമെടുക്കാതെ രാജ്യത്തിന്റെ ധനക്കമ്മി അനുപാതം ഒറ്റ രാത്രി കൊണ്ട് കുത്തനെ ഉയർന്നു. ഇതൊരു സാമ്പത്തിക തട്ടിപ്പായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് യാഥാർത്ഥ്യത്തെ പുനർനിർമ്മിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഭൂകമ്പമായിരുന്നു. 2011-12 നിന്നും 2022-23 GDP അടിസ്ഥാന വർഷ പരിഷ്കരണം സൃഷ്ടിച്ച ഈ വെളിപ്പെടുത്തൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ വലിപ്പത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തിരുത്തിയെഴുതുകയും $5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തെ വർഷങ്ങൾ പിന്നോട്ട് വലിക്കുകയും ചെയ്തിരിക്കുന്നു. സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ ഘടനയും വില നിലവാരവും പ്രതിഫലിപ്പിക്കുന്നതിനായുള്ള ഒരു അനിവാര്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ തിരുത്തലാണ് ഈ അടിസ്ഥാന വർഷമാറ്റം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ 2026 ഫെബ്രുവരി 27 പുറത്തിറക്കിയ ഔദ്യോഗിക മാക്രോ എക്കണോമിക് വിജ്ഞാപന പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാന വർഷം അഥവാ ബേസ് ഇയർ 2011-12 നിന്നും ഔദ്യോഗികമായി 2022-23 മാറ്റിസ്ഥാപിച്ചു. 2011-12 സാമ്പത്തിക ഘടനയല്ല ഒരു ദശാബ്ദത്തിനു ശേഷം ഇന്ത്യക്കുള്ളത്. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച, GST നടപ്പാക്കൽ, കോവിഡാനന്തര മാറ്റങ്ങൾ എന്നിവ പഴയ അടിസ്ഥാന വർഷത്തിൽ കൃത്യമായി പ്രതിഫലിച്ചിരുന്നില്ല. കോർപ്പറേറ്റ് ഡേറ്റാബേസായ MCA21 പുതിയ പതിപ്പും പുത്തൻ വ്യവസായങ്ങളുടെ വെയിറ്റേജും ഉൾപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക സൂചികകളെ കൂടുതൽ യാഥാർത്ഥ്യത്തോട് ചേർത്ത് നിർത്താനാണ് MOSPI ഈ മാറ്റം വരുത്തിയത്. ഈ മാറ്റം സാമ്പത്തിക വളർച്ചയുടെ ഒരു യഥാർത്ഥ ഇടിവല്ല കാണിക്കുന്നത്, മറിച്ച് പഴയ ഡേറ്റാബേസ് ഉപയോഗിച്ചുള്ള അമിത മൂല്യനിർണ്ണയത്തിന്റെ കുമിള പൊട്ടിക്കുന്നതാണ്. നാമമാത്ര GDPയിൽ അഥവാ നോമിനൽ GDPയിൽ ഉണ്ടായ ഭീമമായ സങ്കോചം സമ്പദ്വ്യവസ്ഥയുടെ പേപ്പർ വലിപ്പത്തെ കാര്യമായി വെട്ടിച്ചുരുക്കി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 2026 ഫെബ്രുവരിയിൽ പുറത്തുവിട്ട സെക്കൻഡ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് പ്രകാരം പുതിയ അടിസ്ഥാന വർഷം നിലവിൽ വന്നതോടെ ഇന്ത്യയുടെ നാമമാത്ര GDPയിൽ നിന്ന് മുൻ കണക്കുകൂട്ടലുകളെ അപേക്ഷിച്ച് 12 ലക്ഷം കോടി രൂപയുടെ കുറവ് രേഖപ്പെടുത്തി. വിലക്കയറ്റം കൂടി ഉൾപ്പെടുന്നതാണ് നാമമാത്ര GDP. അടിസ്ഥാന വർഷം 2022-23 മാറ്റിയപ്പോൾ പഴയ ഇൻഡെക്സ് പ്രകാരമുള്ള വിലക്കയറ്റത്തിന്റെ ആനുകൂല്യം ഇവിടെ ഇല്ലാതായി. കൂടാതെ ചില അസംഘടിത മേഖലകളുടെ സംഭാവന കൂടുതൽ ശാസ്ത്രീയമായി വിലയിരുത്തപ്പെട്ടപ്പോൾ മൊത്തം സാമ്പത്തിക മൂല്യത്തിൽ ഒരു തിരുത്തൽ സംഭവിച്ചു. ജനങ്ങളുടെ കയ്യിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പണം നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ആഗോള നിക്ഷേപകർ ഇന്ത്യയുടെ വിപണി വലിപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന സംഖ്യയാണ് ഇവിടെ അപ്രത്യക്ഷമായത്. പുതിയ വായ്പകൾ എടുക്കാതെ തന്നെ ഗവൺമെന്റിന്റെ കടബാധ്യത അനുപാതം വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസത്തിന് സമ്പദ്വ്യവസ്ഥ സാക്ഷ്യം വഹിച്ചു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് 2026 മാർച്ചിൽ പുറത്തുവിട്ട ധനകാര്യ റിപ്പോർട്ടും ധനമന്ത്രാലയത്തിന്റെ രേഖകളും പ്രകാരം നാമമാത്ര GDPയിലെ ഇടിവ് കാരണം ഇന്ത്യയുടെ ധനക്കമ്മി അനുപാതം ബജറ്റിൽ ലക്ഷ്യമിട്ട 4.4% നിന്നും 4.5% യാന്ത്രികമായി ഉയർന്നു. ധനക്കമ്മി കണക്കാക്കുന്നത് GDPയുടെ ശതമാനമായാണ്. ഇതിലെ ഡിനോമിനേറ്റർ അഥവാ GDP 12 ലക്ഷം കോടി കണ്ട് ചുരുങ്ങിയപ്പോൾ ന്യൂമറേറ്റർ അഥവാ കടം അതേപടി തുടർന്നാലും അനുപാതം വർദ്ധിക്കും. ഇതൊരു സമ്പൂർണ്ണ ഗണിതശാസ്ത്ര പ്രതിഭാസമാണ്. സർക്കാരിന്റെ ധനകാര്യ അച്ചടക്കം ലംഘിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മാക്രോ എക്കണോമിക് സൂചികകളിൽ ഈ വർധനവ് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളുടെ മുൻപിൽ പ്രതിരോധിക്കാൻ ധനമന്ത്രാലയം പാടുപെടും. ബജറ്റ് പ്രവചനങ്ങളും യഥാർത്ഥ സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള വലിയ അന്തരമാണ് ഇത്തരം GDP കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. 2025-26 കേന്ദ്ര ബജറ്റ് രേഖകളിൽ 10.1% നാമമാത്ര GDP വളർച്ചയാണ് സർക്കാർ പ്രവചിച്ചിരുന്നത്. എന്നാൽ MOSPയുടെ 2026 ഫെബ്രുവരിയിലെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം FY26 യഥാർത്ഥ നാമമാത്ര വളർച്ച 8% മാത്രമാണ്. പണപ്പെരുപ്പ് നിരക്കിലെ ഇടിവും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ മന്ദഗതിയുമാണ് ഈ 2.1% അന്തരത്തിന് കാരണം. ബജറ്റ് വിഹിതങ്ങളും നികുതി പിരിവ് ലക്ഷ്യങ്ങളും രൂപപ്പെടുത്തുന്നത് നാമമാത്ര വളർച്ചയെ അടിസ്ഥാനമാക്കിയതിനാൽ ഈ ഇടിവ് സർക്കാരിന്റെ സാമ്പത്തിക പ്ലാനിങ്ങിനെ താളം തെറ്റിച്ചു. ഉയർന്ന പണപ്പെരുപ്പം സാധാരണക്കാർക്ക് തിരിച്ചടിയാണെങ്കിലും ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന നാമമാത്ര GDP വളർച്ച കാണിച്ച് കടഭാരം കുറച്ചു കാണിക്കാനുള്ള മികച്ചൊരു ടൂളാണ്. അതിവിടെ നഷ്ടപ്പെട്ടു. GDPയിലെ കണക്കിലെ കളികൾ സർക്കാരിനെ ഭീമമായ തോതിൽ ചെലവ് ചുരുക്കാൻ നിർബന്ധിതരാക്കി. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് 2026 മാർച്ചിൽ പുറത്തിറക്കിയ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് പ്രകാരം GDP വളർച്ചയിലെ വിടവ് നികത്താനും ധനക്കമ്മി നിയന്ത്രിക്കാനുമായി 1.5 ലക്ഷം കോടി രൂപയുടെ അടിയന്തര ചെലവ് വെട്ടിച്ചുരുക്കൽ സർക്കാർ നടപ്പിലാക്കി. വരുമാന വളർച്ച പ്രതീക്ഷിച്ചതിലും 2% താഴേക്ക് പോയപ്പോൾ ധനക്കമ്മി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സർക്കാരിന് മുന്നിലുള്ള ഒരേയൊരു വഴി ചെലവ് കുറയ്ക്കുക എന്നതായിരുന്നു. മൂലധന നിക്ഷേപങ്ങളെയും ചില ക്ഷേമ പദ്ധതികളിലേക്കുമുള്ള ഫണ്ട് ഒഴുക്കിനെയുമാണ് ഇത് പ്രധാനമായും ബാധിച്ചത്.
കണക്കിലെ ഈ മാറ്റം മൂലധന വിപണിയിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കും വരേണ്ടിയിരുന്ന 1 ലക്ഷം കോടി രൂപയുടെ ദ്രവ്യതയാണ് സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇല്ലാതാക്കിയത്. ഇത് തൊഴിലവസര സൃഷ്ടിയെ നേരിട്ട് ബാധിക്കും. GDP അടിസ്ഥാന വർഷ പരിഷ്കരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ലക്ഷ്യത്തിന്റെ ടൈം ലൈൻ മാറ്റിമറിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെ 2026 ഏപ്രിലിലെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പ്രവചനങ്ങളും MOSPIയുടെ പുതിയ GDP ഡേറ്റയും സംയോജിപ്പിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ പ്രകാരം ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുക എന്നത് ഗണിതശാസ്ത്രപരമായി 2028 ശേഷത്തേക്ക് നീളും. രൂപയുടെ വിനിമയ നിരക്കിലെ ഇടിവും നാമമാത്ര GDPയിൽ നിന്ന് ഒറ്റയടിക്ക് 12 ലക്ഷം കോടി രൂപ കുറഞ്ഞതും ഡോളർ മൂല്യത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പത്തെ ചുരുക്കി. പ്രതിവർഷം 10% ഡോളർ അടിസ്ഥാനത്തിലുള്ള വളർച്ചയുണ്ടായാൽ മാത്രമേ നേരത്തെ നിശ്ചയിച്ച ടൈം ലൈനിൽ രാജ്യത്തിന് എത്താനാകൂ. നിലവിലെ സാഹചര്യത്തിൽ അത് അസാധ്യമാണ്. രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ റിയാലിറ്റിക്ക് മുന്നിൽ വഴിമാറിക്കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത്. പുതിയ കണക്കുകൂട്ടലിൽ സേവന മേഖലയുടെ ആധിപത്യം കൂടുതൽ വ്യക്തമാവുകയും കാർഷിക മേഖലയുടെ വെയിറ്റേജ് കുറയുകയും ചെയ്തു. നീതി ആയോഗും MOSPIയും ചേർന്നുള്ള വർക്കിംഗ് പേപ്പറുകൾ പ്രകാരം 2022-23 അടിസ്ഥാന വർഷമാക്കിയതോടെ ഗ്രോസ് വാല്യൂ ആഡഡ് കണക്കുകളിൽ IT, ഫിൻടെക് തുടങ്ങിയ സേവന മേഖലകളുടെ വിഹിതം ഗണ്യമായി വർദ്ധിച്ചു. 2011-12 ശേഷം ഇന്ത്യൻ സാമ്പത്തിക ഘടനയിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഗിഗ് എക്കോണമി, ഇ-കൊമേഴ്സ് എന്നിവ ഇപ്പോൾ GDP കണക്കുകൂട്ടലുകളിൽ കൂടുതൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം കാർഷിക മേഖലയുടെ ആപേക്ഷിക സംഭാവന ചുരുങ്ങി. ഇത് നയരൂപീകരണത്തെ ഏറെക്കുറെ മാറ്റിമറിക്കും. കൂടുതൽ GDP സംഭാവന ചെയ്യുന്ന സേവന മേഖലയ്ക്ക് ഭാവി ബജറ്റുകളിൽ കൂടുതൽ പ്രാതിനിധ്യവും ഇൻസെന്റീവുകളും ലഭിക്കാൻ ഈ ഡേറ്റ കാരണമാകും. ഹോൾസെയിൽ, റീറ്റെയിൽ, പണപ്പെരുപ്പ നിരക്കുകൾ തമ്മിലുള്ള അന്തരം GDP കണക്കുകളെ വീണ്ടും സങ്കീർണമാക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2026 മാർച്ചിലെ പ്രതിമാസ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത് GDP ഡിഫ്ലേറ്റർ, അതായത് റിയൽ GDPയെ നാമമാത്ര GDP ആക്കി മാറ്റുന്ന സൂചിക പ്രധാനമായും WPI ആണ് ആശ്രയിക്കുന്നതെന്നും WPI നെഗറ്റീവോ താഴ്ന്നതോ ആയതാണ് നാമമാത്ര വളർച്ചയെ ബാധിച്ചതെന്നുമാണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉയർന്ന നിലയിലാണെങ്കിലും കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളുടെ വിലയെ സൂചിപ്പിക്കുന്ന WPI താഴ്ന്ന നിലയിലായിരുന്നു. GDP കണക്കാക്കുമ്പോൾ WPIക്ക് കൂടുതൽ ഭാരം നൽകുന്നത് നാമമാത്ര GDPയെ താഴേക്ക് വലിക്കുന്നു. ജനങ്ങൾ ഉയർന്ന വിലക്കയറ്റം അനുഭവിക്കുമ്പോഴും രേഖകളിൽ പണപ്പെരുപ്പം കുറവാണെന്ന് സർക്കാർ വാദിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം GDP ഡിഫ്ലേറ്ററിലെ ഈ വൈരുദ്ധ്യമാണ്. GDP കുറഞ്ഞത് സർക്കാരിന്റെ നികുതി പിരിവ് കാര്യക്ഷമത കൃത്രിമമായി ഉയർന്നതായി കാണിക്കാൻ സഹായിക്കുന്നുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്നിവയുടെ 2026 സാമ്പത്തിക വർഷാവസാന ഡേറ്റ പ്രകാരം ഇന്ത്യയുടെ നികുതി GDP അനുപാതം പുതിയ GDP സീരീസ് പ്രകാരം ചരിത്രപരമായ ഉയർന്ന നിരക്കിലെത്തി. നികുതി വരുമാനം അതേപടി നിലനിൽക്കുകയും മൊത്തം GDP 12 ലക്ഷം കോടി കുറയുകയും ചെയ്യുമ്പോൾ അനുപാതം സ്വാഭാവികമായും വർദ്ധിക്കും. ഇത് നികുതി പിരിവിലുണ്ടായ യഥാർത്ഥ വളർച്ചയല്ല, മറിച്ച് അടിസ്ഥാന സംഖ്യയിലുണ്ടായ കുറവ് കാരണമുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. അന്താരാഷ്ട്ര വേദിയിൽ നികുതി പിരിവ് മെച്ചപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ ഈ ഡേറ്റ സർക്കാരിന് ഉപയോഗിക്കാമെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കിടയിൽ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മിറാഷ് മാത്രമാണ്. കടം GDP അനുപാതത്തിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് റേറ്റിംഗ് ഏജൻസികളുടെ നിരീക്ഷണത്തെ കടുപ്പിക്കും. S&P ഗ്ലോബൽ, ഫിച്ച് റേറ്റിംഗ്സ് എന്നിവയുടെ 2026 മാർച്ചിലെ സോവറിൻ അപ്ഡേറ്റുകൾ പ്രകാരം ഇന്ത്യയുടെ പൊതുജന കടം പുതിയ അടിസ്ഥാന വർഷ കണക്കുകൾ പ്രകാരം വീണ്ടും 80% മുകളിലേക്ക് പോയത് നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. BBB എന്ന ഏറ്റവും താഴ്ന്ന ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് റേറ്റിംഗിലാണ് ഇന്ത്യ ഇപ്പോഴുള്ളത്. റേറ്റിംഗ് ഉയർത്തണമെങ്കിൽ കടം GDP അനുപാതം കുറയണം. എന്നാൽ 12 ലക്ഷം കോടി രൂപയുടെ GDP കുറവ് കടത്തിന്റെ അനുപാതം വീണ്ടും ഉയർത്തുകയാണ് ഉണ്ടായത്. ഇത് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു. ശക്തമായ വിദേശ നാണ്യശേഖരമുള്ളതിനാൽ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ഉണ്ടാകില്ലെങ്കിലും വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യ കൂടുതൽ റിസ്ക് ഉള്ള വിപണിയായി തോന്നാൻ ഇത് കാരണമാകും. ധനക്കമ്മിയിലെ കണക്കുകൂട്ടൽ മാറ്റം കടപ്പത്ര വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുകയും ഈൽഡുകൾ ഉയർത്തുകയും ചെയ്തു. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഗവൺമെന്റ് സെക്യൂരിറ്റി ട്രേഡിംഗ് ഡേറ്റ പ്രകാരം 10 വർഷത്തെ ബെഞ്ച് മാർക്ക് ബോണ്ട് ഈൽഡ് ബേസിസ് പോയിന്റുകളിൽ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തി. ധനക്കമ്മി അനുപാതം 4.5% ഉയർന്നുവെന്ന വാർത്ത വിപണിയിൽ എത്തിയ ഉടനെ സർക്കാർ കൂടുതൽ കടമെടുക്കുമോ എന്ന ഭയം ബോണ്ട് മാർക്കറ്റിലുണ്ടായി. ചെലവ് ചുരുക്കൽ പ്രഖ്യാപനം വരുന്നതുവരെ ഈൽഡ് കർവ് മുകളിലോട്ടായിരുന്നു. ഡേറ്റയിലെ ചെറിയൊരു വ്യതിയാനം പോലും ബോണ്ട് വിപണിയിലെ നിക്ഷേപകർ എത്ര സെൻസിറ്റീവായാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണിത്. ഗവൺമെന്റിന്റെ വായ്പാ ചെലവുകൾ അനാവശ്യമായി വർദ്ധിപ്പിക്കാൻ ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ ഷോക്കുകൾ കാരണമാകും. പുതിയ GDP സീരീസ് അസംഘടിത മേഖലയുടെ ശരിയായ വിഹിതം ഉൾപ്പെടുന്നതിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നുണ്ട്.
പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെയും MOSPയുടെയും സംയുക്ത ഡേറ്റാബേസുകൾ ഉപയോഗിച്ച് അസംഘടിത മേഖലയുടെ ഉൽപ്പാദനക്ഷമത പഴയ ഇൻഡെക്സിനേക്കാൾ കൃത്യമായി പുതിയ സീരീസിൽ കണക്കാക്കിയിട്ടുണ്ട്. 2011-12 സീരീസിൽ സംഘടിത മേഖലയുടെ വളർച്ചാ നിരക്ക് അസംഘടിത മേഖലയുടെ പ്രോക്സിയായി ഉപയോഗിക്കുന്ന രീതിയുണ്ടായിരുന്നു. എന്നാൽ നോട്ട് നിരോധനത്തിനും കോവിഡിനും ശേഷം അസംഘടിത മേഖല തകരുകയും കോർപ്പറേറ്റുകൾ വളരുകയും ചെയ്തു. പഴയ രീതി ആ തകർച്ചയെ മറച്ചുവെച്ചിരുന്നു. പുതിയ ഡേറ്റ ഈ തെറ്റ് തിരുത്തുന്നു. GDP കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ യഥാർത്ഥ അവസ്ഥ GDP കണക്കുകളിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയതോടെ വളർച്ചാ അത്ഭുതങ്ങൾ പലതും റദ്ദാക്കപ്പെട്ടു. സ്വകാര്യ ഉപഭോഗ ചെലവുകൾ സാമ്പത്തിക വളർച്ചയുടെ യഥാർത്ഥ എഞ്ചിനാണെങ്കിലും അതിൽ ഇടിവ് സംഭവിക്കുന്നുണ്ട്. MOSPയുടെ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ ഡേറ്റയുമായി സമന്വയിപ്പിച്ച് പുതിയ ദേശീയ അക്കൗണ്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ GDPയുടെ 60% വരുന്ന PFCE മുൻ ദശാബ്ദങ്ങളെ അപേക്ഷിച്ച് മന്ദഗതിയിലാണെന്നാണ്. ഉയർന്ന പണപ്പെരുപ്പവും ഗ്രാമീണ മേഖലയിലെ വേതന മുരടിപ്പും കാരണം ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു. അടിസ്ഥാന വർഷ പരിഷ്കരണം ഈ ഉപഭോഗ മാന്ദ്യത്തെ കൂടുതൽ കൃത്യമായി അക്കൗണ്ട് ബുക്കുകളിൽ കൊണ്ടുവന്നു. K-ഷേപ്ഡ് റിക്കവറിയിലെ താഴെത്തട്ടിലുള്ളവരുടെ സാമ്പത്തിക ഞെരുക്കം ഡേറ്റയിൽ വ്യക്തമാണ്. എലീറ്റ് ക്ലാസിന്റെ കാറുകളും വീടുകളും വിറ്റുപോകുന്നുണ്ടെങ്കിലും മാസ് മാർക്കറ്റ് ദുർബലമാണെന്നത് യാഥാർത്ഥ്യമാണ് പുതിയ GDP ഡേറ്റ അടിവരയിടുന്നത്. മാക്രോ ഡേറ്റയിലെ മാറ്റങ്ങൾ സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളെ സങ്കീർണമാക്കുന്നു. 2026 ഏപ്രിലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് മിനിറ്റ് സൂചിപ്പിക്കുന്നത് നാമമാത്ര വളർച്ചയിലെ ഇടിവും ധനക്കമ്മി അനുപാതത്തിലെ മാറ്റവും പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ RBIക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ്. യഥാർത്ഥ വളർച്ച ശക്തമാണെങ്കിലും നാമമാത്ര വളർച്ച കുറയുന്നത് കോർപ്പറേറ്റ് വരുമാനത്തെയും സർക്കാർ നികുതിയെയും കാര്യമായി ബാധിക്കും. പലിശ നിരക്കുകൾ കുറച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ RBIക്ക് മേൽ വ്യവസായികളുടെയും സർക്കാരിന്റെയും സമ്മർദ്ദമുണ്ടാകും. എന്നാൽ പണപ്പെരുപ്പ ഭീതി പൂർണ്ണമായും ഒഴിയാത്തതിനാൽ RBI പ്രതിസന്ധിയിലാണ്. സമ്പദ് വ്യവസ്ഥയുടെ പൈലറ്റായ RBIയുടെ ഡാഷ്ബോർഡിലെ ഉപകരണങ്ങൾ തന്നെ പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ട അവസ്ഥയാണിത്. ഇത് പോളിസി മിസ്മാച്ചുകൾക്കും കാരണമായേക്കാം. സാമ്പത്തിക ഡേറ്റ കേവലം അക്കങ്ങളല്ല, അത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ ആയുധം കൂടിയാണ്. ഗവൺമെന്റിന്റെ എക്കണോമിക് സർവേ 2025-26 വ്യക്തമാക്കുന്നത് പുതിയ അടിസ്ഥാന വർഷം ഹ്രസ്വകാലത്തേക്ക് ഡേറ്റ ഷോക്ക് ഉണ്ടാക്കിയാലും ദീർഘകാലത്തേക്ക് കൂടുതൽ കൃത്യതയാർന്ന പോളിസി മേക്കിങ്ങിന് ഇത് സഹായിക്കുമെന്നാണ്. മുൻകാലങ്ങളിൽ GDP ഡേറ്റകൾ മാറ്റിയത് ഗവൺമെന്റുകൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വളർച്ച പെരുപ്പിച്ചു കാണിക്കാനാണ് എന്ന വിമർശനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ മാറ്റം സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ വലിപ്പം തുറന്നു കാട്ടുകയും കണക്കിലെ തിളക്കം കുറയ്ക്കുകയും ചെയ്തു. സുതാര്യത ഉറപ്പുവരുത്താൻ MOSPI കാണിച്ച ധീരതയാണിത്. തിരഞ്ഞെടുപ്പ് റാലികളിൽ മുഴങ്ങിക്കേൾക്കുന്ന സാമ്പത്തിക വിജയങ്ങളുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ MOSPI എന്ന ഡേറ്റ ഏജൻസിയുടെ എക്സൽ ഷീറ്റുകളിലെ ഫോർമുലകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന വലിയ സത്യമാണ് ഫെബ്രുവരി 27 ഈ സംഭവ വികാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.